ജീവിതം ചിലപ്പോ ഇങ്ങനെയാ. ഇന്നലെ വരെയുള്ള നമ്മുടെ തീരുമാനങ്ങളും വിശ്വാസങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവും. ശരികൾ മാറും, രീതികളും. വൈകിട്ട് ഡോക്ടറുടെ വണ്ടി എത്തും ഫ്ലാറ്റില്. എനിക്കൊരു ചെരുപ്പ് വാങ്ങണം. ആ നടക്കടി. പോവാം. ശ്വേത, എനിക്കറിയാം ആ കുട്ടിയെ. നമുക്ക് രക്ഷിക്കാൻ പറ്റുമോ? നമുക്ക് പോവാം. ശ്വേത, എനിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥയെങ്കിലും. എന്താ? ഈ കുട്ടി ഏതോ ചതിയിൽപ്പെട്ടതാ. ഒന്ന് ഒഴിവാക്കാൻ പറ്റൂ സാർ? ഓ, സാമൂഹ്യ പ്രവർത്തകയാണല്ലേ. വിട്ടോ വിട്ടോ, അല്ലെങ്കിൽ നീയും കേറും വ്യഭിചാര കുറ്റത്തിന്. വേണോ സാറേ? ഇതുമാതിരി ചതിയിൽപ്പെടുത്തിയോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഉടുമുണ്ടഴിക്കുന്നിടത്തോ മാത്രമേ നിങ്ങൾ ഈ നിയമനിർമ്മാണം നടത്തൂ. ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്കും നേതാക്കൾക്കും ബിസിനസ്സുകാർക്കും മുന്നിൽ നോട്ടുകെട്ടുകൾക്ക് പകരം കിടന്നു കൊടുക്കുന്ന ഒരു മാഡംസിന് നേരെയും നിങ്ങൾ ഈ പണി കാണിക്കില്ല. കാണിച്ചാ വിവരം അറിയും. കൊലയായിട്ട് പറയുന്നോടി. ഈ വർഗീസിനെ നിയമം വിളിപ്പിക്കാൻ സാറേ, ഫെമിനിസ്റ്റുകളെ തൊട്ട പൊള്ളും. മേഡം, സാറ് പുതിയ ആളായതുകൊണ്ടാ. മേഡം ഫെമിനിസ്റ്റ് അല്ലേ? ഒരു പരാതിയുടെ പുറത്തുള്ള റൈഡായത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ മേഡം? പിന്നെ മേഡത്തിന് പരിചയമുള്ള കുട്ടിയാണെങ്കിൽ സ്റ്റേക്ക് വന്നൊരു ഒപ്പിട്ട് തന്നാ ഞാൻ അങ്ങോട്ട് വിട്ടേക്കാം. സാറേ, വിശപ്പിന്റെ കൊരങ്ങറിയില്ല. അതറിഞ്ഞ എത്ര വലിയ ഏമാമാരാണെങ്കിലും ചിലപ്പോ മുണ്ടു പോക്കെ പോവും. മേഡം സ്റ്റേഷനിൽ വന്നോളൂ. സാറേ, അവര് ഫെമിനിസ്റ്റ് അല്ലേ? അതെ. മറ്റേ ആക്ടിവിസ്റ്റ് ആണോ? ആ അല്ല സാറേ, ഈ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാരാ? അബാറ്റ് പറഞ്ഞ പണിയെടുക്കുന്ന. അപ്പൊ ഫെമിനിസ്റ്റോ? പണി എടുപ്പിക്കുന്നവൻ. എന്റെ കലിപ്പ് തീരുന്നില്ല കള്ളപ്പന്നി. ഓ, ഇതൊക്കെ ചെയ്തിട്ട് മതിയായില്ലടി എന്റെ പ്രേമം. കേട്ടില്ലടാ പന്നി. അമീരെ, എന്താണോ ഇത്? എനിക്കെന്റെ കലിപ്പ് തീരുന്നില്ല സാറേ. അതിനെ ജാമ്യത്തിനെടുക്കാൻ ഇപ്പൊ ആള് വരും. വിട്ടേക്കണോ സാറേ? ഇത് വലിയ സീരിയസ് ഇഷ്യൂ ആണ്. പ്രേമിച്ച് വശത്താക്കി പലർക്കും ഈ കുട്ടി അവൻ കാഴ്ചവെച്ചിട്ടുണ്ട്. 10-ലധികം ആളുകളുടെ പേര് ഇപ്പൊ തന്നെ ഈ കുട്ടി പറയുന്നുണ്ട്. അതിൽ പലരും ഉന്നതരാ. മീഡിയകളും ആക്ടിവിസ്റ്റും ഇടപെട്ടാൽ കുറെ കാലം പലർക്കും തട്ടിക്കളിക്കാൻ ഒരു കളിപ്പാട്ടമാകും. പിന്നെ അതിന്റെ പേരുള്ള പുകിലും. അവസാനം എല്ലാവരും കൈ കഴുകും. നമുക്ക് കണ്ടടച്ച് സാധാ പിറ്റി കേസാക്കി അങ്ങ് വിട്ടേക്കാടോ. സാറേ, ഇതാ സാറേ നമ്മുടെ പോലീസുകാരുടെ കുഴപ്പം. ആ, ഒരു ചാകര കിട്ടിയ മുക്കുവിന്റെ സന്തോഷമുണ്ടല്ലോ സാറിന്. പണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ കേസ് ചാർജ് ചെയ്യാനും ഇല്ലെങ്കിലും നമുക്ക് കിട്ടാനുള്ള കിട്ടും. എടോ, ഈ പീഡന കേസ് കൊളുത്തിയാലും കെടുത്തിയാലും നമുക്ക് ഒരുപോലെയാണോ? വല്ല ഡയറിയിലോ മൊബൈൽ ഫോണിലോ പേര് കണ്ടു എന്നും പറഞ്ഞു ഏത് ഉന്നതന് വിളിച്ചാലും നമുക്ക് വരാനുള്ളത് വരും. ആ, ദേവന്നല്ല ഡോ, ഒപ്പിടിച്ചങ്ങ് വിട്ടേക്ക്. ജാമ്യത്തിലെടുത്ത് പ്രതികളെ സംരക്ഷിക്കാനാണ് ഉദ്ദേശമെങ്കിലേ അത് നടക്കില്ല. അറിയിക്കേണ്ടവരൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അങ്ങ് വിട്ടേക്കടോ. വാ. ജോസേ, ഒരു പീഡനം 1-ാം പേജിലെ ഹെഡ് മാറ്റി വെച്ചോ. പീഡനം വലിയ സംഭവം തോന്നണേ. ചിലപ്പോ സെക്കൻഡ് എഡിഷൻ വേണ്ടി വരും. ഈവനിങ്ങുകാർക്ക് കോളായി. അയ്യോ, എല്ലാവരും എത്തിന്ന് തോന്നുന്നു. ഓബിവാനൊന്നും കാണാനില്ല. ലൈവ് ഉണ്ടാവില്ലേ? ഇനി ഇപ്പൊ 2 ദിവസം ലീവ് പറയാം. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കണ്ടേ? യെസ്, അതെ അതെ. കരയണ്ട. അവര് ജാമ്യത്തെടുത്തില്ലേ? പിന്നെന്താ സാർ, ഇതിനകത്ത് ഉന്നതരാണ് ഇൻവോൾവാണോ? സാർ, ഒന്നും ആയില്ല സാർ. എന്തെങ്കിലും ഡീറ്റെയിൽ നമുക്ക് ഫ്ലാഷ് കൊടുക്കാൻ വേണ്ടായിരുന്നു സാർ. എന്താണോ നാണമില്ലേ തനിക്ക് കേസ് ഒതുക്കി തീർക്കാൻ? വാ. എന്റെ ദൈവമേ,
കുട്ടിയുടെ വീട് എവിടെയാ? നിങ്ങൾ ശല്യപ്പെടുത്താതെ പോകുന്നുണ്ടോ? മാഡം ഈ കുട്ടി എവിടെ വെച്ച് അറസ്റ്റ് ചെയ്തു മാഡം? അടുത്തിക്കാട് 18 വയസ്സ്. ആ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ആയിട്ടില്ല. ആക്ടിവിസ്റ്റും ഫെമിനിസ്റ്റും ഒക്കെ സ്ഥലത്തുണ്ട്. സംഭവം എന്തായാലും പൊട്ടുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കേട്ടോ. ഫ്ലാഷ് ഒക്കെ റെഡിയാക്കി വെച്ചോ. ഇമ്മീഡിയറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇപ്പൊ CI വന്നിട്ടുണ്ട്. CI പറയുന്നത് കേസ് ഒതുക്കാൻ നോക്കിയെന്നാ. നീ സാധനം റെഡിയാക്കി വെച്ച ആൾക്കാർ വരുന്ന പറയാം. ഇവിടെ ഒരു ദൈവമില്ലാതെയാണ് യാതൊരു ദൈവമില്ലാതെയാണ് ഈ കുട്ടി ഇവിടെ പീഡിപ്പിക്കപ്പെട്ടത്. മേഡം മുഖം മുഖം കുട്ടി ആരൊക്കെയാണ് കുട്ടി പീഡിപ്പിച്ചത്? ഞാൻ ഈ ചാനലിൽ നിന്ന് ഇന്റർവ്യൂ കൊടുത്തോട്ടെ? ഒരു മിനിറ്റ്. ഈ കുട്ടി ഗർഭിണിയാണ്. ഉന്നതന്മാരുടെ ബീജമാണ് ഈ കുട്ടി ഗർഭത്തിൽ പേറുന്നത്. ഈ കേസ് നിസാരവൽക്കരിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. ഇത് നമ്മുടെ സ്ത്രീ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. ഞാൻ പറഞ്ഞു തീർന്നില്ല. ഇങ്ങോട്ട് ആദ്യം ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇനിതാ ഞാൻ പറട്ടെ, തീർത്തും പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് അതിനെ നിസ്സാരവൽക്കരിച്ച് പെറ്റി കേസാക്കി SIക്കെതിരെ നടപടിയെടുക്കണം. പരുത്തിക്കാട് 18-കാരിയെ പീഡിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കുക. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച SIയെ സസ്പെൻഡ് ചെയ്യുക. പരുത്തിക്കാട് പീഡനം വനിതാ കമ്മീഷൻ അന്വേഷിക്കുക. നമുക്ക് അവളെ രക്ഷിക്കാനായില്ല. ഇറങ്ങിക്കോ. ഓക്കെ ബൈ. ബൈ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ വേണ്ടത്? എനിക്ക് ശ്വേതയൊന്ന് കാണണമായിരുന്നു. ഓ ആരാ? ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ മതി. എന്നാ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഒന്ന് ലീവാണല്ലോ. ഓ ഫ്ലാറ്റ് എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയി കണ്ടോളാം. ദാ ആ കുട്ടിയോട് ചോദിച്ചാ മതി. റൂംമേറ്റാ. താങ്ക് യു. ഹലോ എങ്ങോട്ടാ? അവിടെ പോയിരിക്കേ. അങ്ങോട്ട് വന്ന് പറഞ്ഞോളൂ. ഓ ഓരോന്നും വന്നോളും ഫ്രണ്ടാന്ന് പറഞ്ഞോണ്ട്. ആ പ്രിയ, ശ്വേതയ്ക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? ആ. ആര്? ആരാണ്? വരൂ സർ. കൊച്ചിയിൽ വീണ്ടും പീഡനം. 18-കാരിയെ 15 പേർ ചേർന്ന് പീഡിപ്പിച്ചതായി പരാതി. കേസൊതുക്കി തീർക്കാൻ പോലീസ് ശ്രമിച്ചുവെന്നാരോപിച്ച് വനിതാ സംഘടനാ പ്രവർത്തകർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. ആരാ? റെഡിയായോ? ഞാൻ ശ്വേതയൊന്ന് കാണാൻ വന്നതാ. ലീവാണെന്നറിഞ്ഞു. ഫ്ലാറ്റിന്റെ അഡ്രസ്സും തന്നാ. അതിന് ശ്വേത ഹോസ്പിറ്റലിൽ പോയിരിക്കുക. ഒരു തലവേദന. ഉച്ചയ്ക്കെത്തും. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഫോൺ നമ്പർ തരുമോ? അയ്യോ, അത് ഒരു മിനിറ്റ്. ഹലോ, നീ എവിടെയാ? ജയൻ വന്നിട്ടുണ്ട്. ഏത് ജയൻ? അന്ന് പെണ്ണ് കാണാൻ വന്ന. ഒരു മിനിറ്റ്. അയാൾ അങ്ങോട്ട് എന്തിനാ വന്നേ? ഞാൻ അല്പം തിരക്കില്ല. എങ്ങനെങ്കിലും ഒന്ന് ഒഴിവാക്കുവോ? അവൾ എത്താൻ കുറച്ച് ലേറ്റ് ആവുമെന്ന്. അത് സാറില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. എന്തായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഹലോ, എന്താ ചെയ്യാ? കണ്ടിട്ടേ പോകൂന്ന്. ഞാൻ വരാം. സോറിടാ, ഒരത്യാവശ്യം. ഒന്ന് പോണം. എന്തുപറ്റി? ഇപ്പൊ തന്നെ പോണെന്നുണ്ടോ? വന്ന ഉടനെ പോണെന്ന് പറഞ്ഞാ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? പ്ലീസ്, നമുക്ക് മറ്റൊരു ദിവസം കാണാം. പ്ലീസ്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ. ജയനോടുക്ക് ഒരു സെക്കൻഡ്. ശ്വേതയാ. ഓ ശ്വേത, എന്തുപറ്റി? സുഖയില്ലേ? ഒരു തലവേദന. ഞാൻ വരാൻ ഇത്തിരി ലേറ്റ് ആവും. കുഴപ്പമില്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അയ്യോ, അവിടെ വെച്ച് സംസാരിക്കാൻ പറ്റില്ല.
നമുക്ക് വൈകുന്നേരം കോഫി ബാറിൽ കാണാം. ഓക്കെ? ഓക്കെ ശ്വേത, താങ്ക് യു. താങ്ക്സ്. രൂപ മാസത്തവണയിൽ ന്യൂ ഇയർ ക്രൂയിസ്